ആത്മസഖേ നിന്മാർവിൽ ഞാൻ ചേരട്ടെ. ഈ ലോകമാം പാരിതേ തീരകൾ ഉയരുന്നേ. ഘോരമാ കോൾ ശാന്തമാ മായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 4 ആഴ്ചകളിലായി നാം റോമാ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച നാം എന്താണ് ഈ റോമാ ലേഖനത്തിന്റെ കാതലായ വിഷയം, സുവിശേഷമാണ്. സുവിശേഷത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് വിശദീകരണങ്ങളും അതിനെക്കുറിച്ചുള്ളതായ ആഴമേറിയ ഒരു ബോധ്യം ദൈവസഭയ്ക്ക് നൽകി തരേണ്ടതിനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യ ലേഖനത്തിൽ തന്നെ അത് ഉള്ളടക്കം, ഈ ആശയങ്ങളെല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു എന്താണ് സുവിശേഷം. സുവിശേഷത്തെ കുറിച്ച് കാര്യങ്ങളിൽ നാം ബന്ധപ്പെടുന്നതിന് മുമ്പേ എന്താണ് സുവിശേഷം എന്ന് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുകൊണ്ട് സമയങ്ങളുടെ പരിമിതികൾ കൊണ്ടും ഞാൻ ഇന്ന് അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് റോമാ ലേഖനത്തിൽ എഴുതിയ സുവിശേഷത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, റോമാ ലേഖനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ മൂല ബൈബിളിൽ ഭാഷയിൽ ഒറ്റ വാക്യമാണ്. ഇതിന്റെ അകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത, ചിലരെ വ്യക്തിപരമായിട്ട് അറിയാം എങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലാത്തതും താൻ സന്ദർശിച്ചിട്ടില്ലാത്തതുമായ റോമാ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതിന്റെ പ്രാരംഭം. അപ്പോൾ എഴുത്തിന്റെ പ്രാചീന എഴുത്തിന്റെ ശൈലി പോലെ ആദ്യം പൗലോസ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു, അതിനുശേഷം തന്റെ വായനക്കാരെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം പൗലോസ് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവൻ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സമയത്തിന്റെ അകത്ത് നിന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1-2 വാക്യങ്ങൾ വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. മതി, പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്ന വാക്കാണിത്. സാധാരണ രീതിയിലെ ആളുകൾ നിങ്ങൾ കണ്ടു കാണും, ഇന്ന് പൗലോസ് പരിചിതമല്ലാത്ത സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ ഉയർത്തിയിട്ടല്ല താൻ കത്തെഴുതിക്കുന്നത്. ഇന്ന് കണ്ടു കാണാനല്ലോ, നമ്മൾ ഈ കൺവെൻഷൻ സ്റ്റേജിലേക്ക് കേൾക്കാറുണ്ട് ശ്രേഷ്ഠ ദൈവദാസന്മാര്, അതിശ്രേഷ്ഠ ദൈവദാസന്മാർ എന്നൊക്കെയും ശ്രേഷ്ഠന്മാരുണ്ട്, അതിശ്രേഷ്ഠന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലന് വേണമെങ്കിൽ തന്നെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നാം അതിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പൗലോസ് ആ വക ബൂസ്റ്റ് ചെയ്തിട്ട് ഒന്നും പറയുന്നില്ല. ഇന്ന് ആളുകള് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സംഘടിച്ചു എന്ന് പറയുന്നത്. എപ്പോഴും തന്റെ ശുശ്രൂഷയിൽ അവൻ അതിനെ ഉയർത്തിക്കാട്ടുന്ന, അതിനെ വലുതാക്കി കാട്ടുന്ന ഒരു വലിയ ജനതയെ അല്ലെങ്കിൽ ഒരു നിരയെ കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ നാം ഒന്ന് ആഴത്തിൽ പഠിക്കുകയും ആ ജീവിതത്തിലെ ആ എളിമയും താഴ്മയും സൗകര്യവും നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത് ആവശ്യമാണ്. നാം അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് വായിക്കാം. ഒരിക്കലൊന്ന് വായിക്കുമ്പോൾ നമ്മുടെ ദൈവം തന്റെ പുത്രനും യേശുക്രിസ്തുവിനെ കുറിച്ച് 2 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് തുറന്ന് വായിക്കണം. ഒന്ന്, ഈ സുവിശേഷത്തിന്റെ ഉറവിടം എവിടെയാണ്? ദൈവമാണ്. സുവിശേഷത്തിന്റെ ഉറവിടം ദൈവമാണ്, അല്ലാതെ യേശുക്രിസ്തു വന്നപ്പോ ഉണ്ടായതല്ല. ഇത് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത് അപ്പോഴാണെങ്കിലും ഇത് ദൈവത്തിന്റെ അനാദ്യകാലം നിർണയത്തിൽ, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ
മറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു മർമ്മമാണ് സുവിശേഷത്താൽ ജനം വിടുതൽ പ്രാപിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവ കുഞ്ഞാടിനെ അറുക്കുവാനിടയായി തീർന്നത്. ലോക സൃഷ്ടിക്ക് മുമ്പേ, അനാദികാലങ്ങൾക്ക് മുമ്പേ ആ പദ്ധതി, രക്ഷയുടെ പദ്ധതി സ്വർഗത്തിലെ ദൈവമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലോകജാതിക്ക് പ്രസംഗിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ സുവിശേഷം എന്നുള്ളത് ഇന്നലെ പൊട്ടിമുളച്ച ഒന്നല്ല, ഇത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയാണ്. സുവിശേഷം ദൈവത്തിൻ്റെതാണ്. രണ്ടാമത് ഇവിടെ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതിന് ഓരോ ദൈവമാണെന്ന് പറഞ്ഞല്ലോ. ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്? നമ്മുടെ ഇടയിൽ സുവിശേഷം എന്ന വാക്കിനെ, ആമേൻ, മലയാളത്തിന്റെ ബൈബിളിൽ സുവിശേഷം എന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്യം രണ്ടാം വാക്യം വായിച്ചപ്പോൾ, വിശുദ്ധ രേഖകളിൽ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി, മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി എന്ന് ആണ് നമ്മുടെ മലയാളം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വെറും സുവിശേഷം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഗ്രീക്ക് മൂലങ്ങളിലും മറ്റു ഭാഷാന്തരങ്ങളിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. അത് ചേർത്ത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വായിക്കാം. ഞാൻ ഇംഗ്ലീഷിലൂടെ വായിക്കുന്നു. ആ വാക്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ. Set apart for the gospel of God. Set apart, വേർതിരിച്ച് മാറ്റി വെച്ചവനാണ്. എന്തിനു വേണ്ടി? Gospel of God, ദൈവത്തിന്റെ സുവിശേഷം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സുവിശേഷം എന്താണ് എന്ന് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, സുവിശേഷം വ്യക്തി അധിഷ്ഠിതമാണ്. വിശന്നിരിക്കുന്നവന്റെ സുവിശേഷം യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതല്ല, അവന്റെ സുവിശേഷം അവന്റെ ആഹാരം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഒരു രോഗിക്കുള്ള സുവിശേഷം സൗഖ്യം എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കടബാധ്യസ്ഥനെ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അവനൊരു സുവിശേഷമല്ല. തന്റെ കടബാധ്യതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എവിടെയെങ്കിലും ഒരു വഴിയുണ്ടോ, അതാണ് അവന്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്നാൽ അവൻ വ്യക്തികൾക്ക് അതിനനുസരിച്ച് അതിന്റെ ആഴങ്ങൾക്ക് മാറാമെങ്കിലും അവൻ ഇവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ വ്യക്തതയോടെ പറയുന്നു, ദൈവത്തിന്റെ സുവിശേഷം. ദൈവത്തിന്റെ സുവിശേഷം എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊള്ളുക, ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അതാണ് ലോകത്തിന്റെ സുവിശേഷം, അതാണ് ദൈവത്തിന്റെ സുവിശേഷം. അതേത് മനുഷ്യനും അനിവാര്യമാണ്. അവൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല, ഒരു ഹിന്ദുവിനോടല്ല, ഒരു ക്രിസ്ത്യാനിയോടല്ല, ഒരു മതഭക്തരോടല്ല, ഒരു യഹൂദനോടല്ല, ഒരു മുസൽമാനോടല്ല. യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നത് മനുഷ്യജാതിയോടാണ്. ലോകത്തിലെ സകല മനുഷ്യരോടുമാണ് നാം സുവിശേഷം പ്രസംഗിക്കുന്നത്. നമ്മൾ ഒരാളോട് സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് അവൻ ഹിന്ദുവാണോ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൻ മുസ്ലിമാനാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൻ ക്രിസ്ത്യാനി, അവൻ ഏത് മതക്കാരനാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യകതയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ട ഏക കാര്യം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ മനുഷ്യകുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മാനവജാതിക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സുവിശേഷം ആവശ്യമാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, പാപത്തിൽ നിന്ന് മോചിപ്പിച്ച്, പാപത്തിൽ നിന്ന് അവന് രക്ഷ കൊടുത്ത് നിത്യ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ അവൻ സുവിശേഷം അവനെ സഹായിക്കുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ സുവിശേഷത്തിന്റെ പ്രത്യേകത, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ദൈവത്തിന്റെ സുവിശേഷമാണ് എന്നുള്ള കാര്യം ഒന്നാമത് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം. രണ്ടാമത്, ഇതിന്റെ ഉറവിടം ദൈവമാണ്. ആമേൻ. വാക്യം വായിക്കൊന്നും കൂടെ വായിക്കാം. ദൈവം ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ദൈവമാണ്. ഇതിന്റെ ഉറവിടം ദൈവമാണ്. മാത്രമല്ല,
ഇത് ഇന്നലെ പൊട്ടിമുളച്ചതല്ല. ഇത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ വിശുദ്ധ രേഖകളിൽ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ രേഖകളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ലൂക്കോസ് 24:14 എന്ന് വായിച്ച്, ലൂക്കോസിന്റെ സുവിശേഷം യേശു ക്രിസ്തു പറയുന്ന വാക്കാണ്. 24:14. നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അതിന് ബാക്കി വായിച്ചാൽ ഇങ്ങനെ യേശു പറഞ്ഞ മറുപടി വായിച്ചാൽ മതി. ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സംഘത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 44 വാക്യം. ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞത്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, നീ യെരൂശലേമിൽ പാർത്ത നീ ഒരുത്തൻ മാത്രമേ കഥകളൊന്നും കേട്ടിട്ടില്ലേ? ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ചു, മിശിഹയാണെന്ന് വിശ്വസിച്ചു. എന്നാൽ അവനെ യഹൂദന്മാർ ക്രൂശിച്ചു, റോമക്കാരാൽ ക്രൂശിച്ചു. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ കുറെ സ്ത്രീകളും സഹോദരിമാരുണ്ട്, അവർ ഞങ്ങളെ പേടിപ്പിച്ചു. എന്ത് പറഞ്ഞാ പേടിപ്പിച്ചത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ ഈ സ്ത്രീകൾ ഞങ്ങളെ ഭയപ്പെടുത്തി. അപ്പൊ യേശു അവരോട് പറഞ്ഞ മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. യേശു പറയാണ്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ യഹൂദന്മാരല്ലേ, ന്യായപ്രമാണികൾ വായിക്കുന്നവരല്ലേ, സങ്കീർത്തനം വായിക്കുന്നവരല്ലേ, പ്രവാചക പുസ്തകങ്ങൾ വായിക്കുന്നവരല്ലേ, എന്നിട്ടും അതിൽ എഴുതിയ എന്നെ മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് അവയൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയുടെ പുസ്തകങ്ങളാണ്. മോശയാൽ ഉൽപ്പത്തി മുതൽ ലേഖ്യസംഖ്യ ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങളെയാണ്, ഈ പഞ്ചഗ്രന്ഥങ്ങളെയാണ് മോശയുടെ പുസ്തകങ്ങൾ എന്ന് യഹൂദന്മാരുടെ ഭാഷയിൽ തോറ എന്ന് പറയുന്നത്. അവരുടെ 3 ഭാഗമായിട്ടാണ് അവർ പഴയ നിയമത്തെ അവർ വിഭജിച്ചിരിക്കുന്നത്. പുതിയ നിയമം അവർക്കില്ലല്ലോ. അപ്പോൾ പഴയ നിയമത്തെ ഒന്നാമത് തോറയാണ്, രണ്ടാമത്തത് അവർ വിഭജിച്ചിരിക്കുന്നത് നെബീം എന്നാണ്. നെബീം പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം. യഹൂദന്മാരുടെ മൂന്നാമത്തെ വിഭജനം കെരൂബീം, സങ്കീർത്തനം, സദൃശവാക്യങ്ങൾ, ഇയ്യോബിന്റെ പുസ്തകം, അതുപോലെയുള്ളതായ സംഗീത ഭാഗങ്ങള്. ഈ 3 ഭാഗങ്ങളാണ് യഹൂദന്മാർ. ഇങ്ങനെ ഈ 3 ഭാഗങ്ങളായിട്ടാണ് യഹൂദന്മാർ ബൈബിളിനെ വിഭജിച്ചിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ന്യായപ്രമാണ പുസ്തകങ്ങളിലും അഥവാ തോറയിലും പ്രവാചക പുസ്തകങ്ങളിലും നബിയത്തിലും സങ്കീർത്തനത്തിലും കെരൂബിയിലും എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവവചനം നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലസമ്പൂർണതയിൽ വെളിപ്പെടുവാനുള്ള എന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ്. അപ്പൊ ഇന്നലെ ആ പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, സുവിശേഷം എന്നുള്ളത് ഇന്നലെ അങ്ങ് പൊട്ടിമുളച്ചതല്ല. യേശു ക്രിസ്തു പോലും ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാരിലൂടെ അഭിഷിക്തന്മാരിലൂടെ ദൈവത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പാട് എഴുതി വെച്ച വെളിപ്പാടുകൾ പ്രവചനങ്ങളുടെയും വചനത്തിലെ നിവൃത്തിയാണ് യേശു ക്രിസ്തു അഥവാ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന് രണ്ടാമത്തെ, 1 ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്, 2 ഇത് വിശുദ്ധ രേഖകളിൽ ഇതിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, മൂന്നാമത്തത് ഹല്ലേലൂയ ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഇത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. സുവിശേഷം എന്നാൽ എന്താണ്? യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ഇന്ന് കേൾക്കുന്ന സുവിശേഷം അതല്ല. ഇന്ന് ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ പോയാൽ യേശു ക്രിസ്തു അല്ല പ്രസംഗിക്കപ്പെടുന്നത്.
ആണോ? ഇന്ന് എന്താ പ്രസംഗിക്കപ്പെടുന്നത്? തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്ന രോഗശാന്തിയാണ്. അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഇവിടെ ഒരു കൈമാറിയുണ്ട്, അവിടെ ഒരു കാത്തരിപ്പുണ്ട്, എല്ലാവർക്കും സൗഖ്യം. എനിക്കൊരു സൗഖ്യം കിട്ടുന്നു, ഞാൻ സൗഖ്യത്തെ ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ സുവിശേഷം രോഗശാന്തി അല്ല. ഇന്ന് അനവധി ആളുകൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അവൻ യേശു ക്രിസ്തുവും അറിയപ്പെടുന്നു. പണ്ടൊരു അപ്പാപ്പന്റെ ശതാഭിഷേകം ആഘോഷിച്ച് കേട്ടിട്ടുണ്ട്. ദരിദ്രനായ അപ്പച്ചൻ കഷ്ടപ്പെട്ട് മക്കളെ എല്ലാം പോറ്റി പുലർത്തി വളർത്തി അവരൊക്കെ ഇപ്പൊ നല്ല പൊസിഷനായി. ഇപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വിചാരിച്ചു ഇവരുടെ പ്രതാപം, ഇവരുടെ ധനം ധനം ലോകത്തിനൊന്ന് കാണിക്കാൻ മാർഗം. അപ്പോഴാണ് മനസ്സിലായത് മുക്കിലിരിക്കുന്ന അപ്പച്ചനെ അവർ കണ്ടു, പിതാവിനെ കണ്ടു. അവർ വിചാരിച്ചു അപ്പന്റെ പ്രായം ഇവർക്ക് അറിയില്ല. അവര് പറഞ്ഞു അപ്പന്റെ ശതാഭിഷേകം എന്തെങ്കിലും ഒരു വിഷയം വേണ്ടത് ആഘോഷിക്കാൻ. അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരും 4 മക്കളും അവരുടേതായ ആളുകളെല്ലാം വിളിച്ചു. കാരണം അവർക്ക് വേണ്ടത് അപ്പന്റെ ശതാഭിഷേകവും അപ്പന്റെ പട്ടാഭിഷേകവും ഒന്നുമല്ല. അവർക്ക് വേണ്ടത് അവരുടെ ധനമഹാത്മ്യം നെബൂഖദ്നേസറെ പോലെ ഒന്ന് കാണിക്കാൻ, എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരു കാരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പനെ ഡ്രസ്സൊക്കെ മാറ്റി പണിക്കാരെ ഡ്രസ്സൊക്കെ മാറി അപ്പനെ മെയിൻ മുറിയിലെ പണിക്കാർക്ക് അത്രയല്ലേ അറിയുള്ളൂ. അപ്പന്റെ ശതാഭിഷേകാലല്ലേ കൊണ്ടുവന്നിരുത്തിയപ്പോൾ മക്കൾ പറഞ്ഞു ഇവിടെ ഇരുത്താൻ പറ്റാട്ടോ, ഇവിടെ ഇരുത്തിയാൽ എന്റെ ബന്ധുക്കൾക്ക് വരുമ്പോ ഈ ഉണങ്ങിയ അപ്പച്ചനെ കാണും. അതുകൊണ്ട് ഇങ്ങനെ ചേട്ടനില്ല. അപ്പൊ ആർക്കും അവരുടെ റൂമിൽ, കാരണം അവരുടെയൊക്കെ മിത്രങ്ങളും സുഹൃത്തുക്കളും വരുമ്പോൾ അവിടെ വരുമ്പോൾ ഈ അപ്പനെ കാണിക്കാൻ അവർക്ക് വരിക. എന്താ ആഘോഷം എന്തായിരുന്നു? അപ്പന്റെ ശതാഭിഷേകം നടത്താൻ പോകുന്നത്. അപ്പന്റെ ശതാഭിഷേകം അവസാനം എല്ലാരും കൂടി തീരുമാനിച്ചു ഒരു റൂമിലേക്ക് അപ്പന് വേക്കൻസി ഇല്ല, കയറാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ ആർക്കും പോയി. അവസാനം പറഞ്ഞു ഏറ്റവും ടർസില് കോഴിപ്പടയിൽ ഉണ്ട്, അവിടെ കൊണ്ടുവരുത്താന്ന് പറഞ്ഞു. ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി കസേര പിടിച്ച് അപ്പനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. എന്താ പറയാ, കോടിച്ചോട്ടില് അവിടെ മുകളില് അവിടെ കയറി ചെലുത്ത് മഴ കൊള്ളാതിരിക്കാന് വെള്ളം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വെച്ച കൂട്ടി കൊണ്ടുപോയി ഇരുത്തി. ഒരു കസേരയിട്ട് അവിടെ ഇരുത്തി. ശതാഭിഷേകം ഇവിടെ ഭയങ്കര വന്നവർക്ക് ചോദിച്ചു അപ്പൊ ഒരു പോലും എവിടെ സദ്യകന് അവർക്ക് തിരക്കോട് പറയില്ല. അവര് പരിപാടി കഴിഞ്ഞ് അവരെ കൂടും വെച്ച് അവരും പോയി. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഇതാണ് ഇന്നത്തെ സുവിശേഷം, യേശുവില്ലാത്ത സുവിശേഷം. ആമേൻ. ലോകമെന്ന് പ്രസംഗിക്കപ്പെടേണ്ട ഏറ്റവും വലിയ സന്ദേശം യേശു ക്രിസ്തു മരിച്ചു ഉയർത്തു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമയുണ്ടെന്നുള്ളതാണ്. 103 സങ്കീർത്തനം ഒന്ന് വായിച്ച് പഠിക്കുക. ആമേൻ. അവിടെ 1-ാം വാക്യത്തിൽ പറയുന്നു, വായിക്കേണ്ട നമുക്ക് പറയാം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യം വരുന്നത് പാപമോചനമാണ്. പാപമോചനം വന്നു കഴിഞ്ഞിട്ട് വേണം രോഗശാന്തി, രോഗങ്ങൾക്ക് സൗഖ്യം വരുവാനായിട്ട്. ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ട, യേശുക്രിസ്തു ഇല്ലെങ്കിലും സൗഖ്യം നടക്കും. ദൈവമക്കളെ, ഇന്ന് അങ്ങനെ അത്ഭുതങ്ങളുടെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ, പല കുടുംബങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. എനിക്കറിയുന്ന പല കുടുംബങ്ങളിലും ഈ പാട്ട് ദിവസം പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണെന്ന് അറിയുമോ? എന്റെ ദൈവത്താൽ ഞാൻ നിശ്ചയം അനുഗ്രഹം പ്രാപിക്കും, എന്റെ ദൈവത്താൽ എനിക്ക് കടം വരില്ല, എന്റെ ദൈവത്താൽ എനിക്ക് ആകാരത്തിന് മുട്ടുവരില്ല, ശത്രുക്കൾ എന്റെ നേരെ വരില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ ചട്ടി അനുഗ്രഹിക്കപ്പെടും, എന്റെ കുട്ടി അനുഗ്രഹിക്കപ്പെടും, എന്റെ വട്ടി അനുഗ്രഹിക്കപ്പെടും, ഭൂമിയിലുള്ള സകലതും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒരു ഉട്ടോപ്യൻ ജീവിതത്തെ കാഴ്ചവെച്ച് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സമൃദ്ധമായും സമ്പൽ സമൃദ്ധമായും അവൻ ജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ സുവിശേഷം പാപമോചനമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ഇന്ന് പകൽ എന്റെ ദൈവമക്കളെ, പ്രൈസ് ദി ഹല്ലേലൂയ, ആമേൻ. ദൈവ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ദൈവം ഈ സന്ദേശം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങളെ കടമയല്ല. എന്നെ ദൈവം അയച്ചതെന്ന് നീ പറയണ്ട. ദൈവം നിന്റെ പിന്നാലെ വരുന്നുണ്ട്. സ്വർഗത്തിൽ ഇരുന്ന് മധ്യസ്ഥ ചെയ്യുന്ന കർത്താവ് നമുക്കറിയാം. പ്രൈസലോട് ആമേൻ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആമേൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു, സ്വർഗത്തിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ അടുത്ത സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷം വായിക്കുന്നു. ആമേൻ. അപ്പോസ്തലന്മാർ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ ഇരുന്നു. സ്വർഗസ്ഥനാകുന്ന മധ്യസ്ഥനായി ജീവിക്കുന്ന യേശു സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തന്റെ നാമം വഹിച്ചു പോകുന്ന തന്റെ ജനത്തിന്റെ കൂടെ ഇരിക്കുന്നവരും കൂടെയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16 അവസാന വാക്യങ്ങളിൽ വായിക്കുന്നു. കർത്താവ് അവരോടുകൂടെ ഇരുന്നു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ ഏതാണ് അത്ഭുതങ്ങളാൽ അടയങ്ങളാൽ വീരപ്രവൃത്തികൾ എന്താണ്? അതൊരു കൺഫർമേഷനാണ്, ഉറപ്പാണ്. എന്തിന്റെ കൺഫർമേഷൻ? നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വചനമാണെന്നും നിങ്ങൾ ദൈവത്താൽ അറിയിക്കപ്പെട്ടവരാണെന്നതിന്റെ സാക്ഷ്യമാണ്. അപ്പോൾ ഏതാ ആദ്യം അറിയിക്കേണ്ടത്? സുവിശേഷം. ഏത് മനുഷ്യനും ആദ്യം സുവിശേഷം. നിങ്ങളൊരു രോഗിയുടെ അടുക്കിലേക്ക് ചെന്ന് അവൻ യേശുക്രിസ്തു രോഗി സൗഖ്യമാക്കും പറയുന്നത് നല്ലതാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ സഹോദര സഹോദരി. നിനക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച യേശുക്രിസ്തു ഉണ്ട്. ആ യേശുക്രിസ്തു നമ്മുടെ ശരീരം നമ്മളെ ഇങ്ങനെ മരിച്ചാൽ നമ്മള് നഷ്ടപ്പെട്ടു പോകും, നിത്യനരകത്തിലേക്ക് പോകും. യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. നീ അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട. നീ ഒന്നും ചെയ്യേണ്ട. കിടക്കുന്ന കിടപ്പിൽ നീ ഒന്ന് യേശുവിനെ വിശ്വസിക്കുക. ഈ പറയുന്ന ദൈവത്തിനെ കേൾക്കുക. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ യേശുവിനെ തിരിച്ചറിയാൻ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. കർത്താവ് നിന്റെ കിടക്ക് വിട്ടുകൊണ്ടിരുവാൻ നിന്നെ സഹായിക്കും. ദൈവം നിന്റെ പ്രശ്നങ്ങളെ കാണുന്നു, നിന്റെ പ്രതികൂലങ്ങളെ കാണുന്നു. യേശുക്രിസ്തു നിനക്ക് സകലത്തിനും മതിയായവനാണ്. യേശു നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സുവിശേഷം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. കേട്ടോ, ദൈവം വിടിവിക്കും. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും തന്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അവനല്ലാതെ സുവിശേഷം എന്നുള്ളത് രോഗശാന്തിയല്ല. അവൻ സുവിശേഷം എന്നുള്ളത് മദ്യപാനത്തിൽ പെടുത്തലല്ല. സുവിശേഷം എന്നത് കടത്തിൽ പെടുത്തലല്ല. സുവിശേഷം എന്നത് മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസമല്ല. സുവിശേഷം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. മാത്രമല്ല ഇതെന്താണ്? 2-ാം വാക്യത്തിൽ വായിക്കുന്നു. നമ്മൾ വായിച്ച കഴിയോട് ഞാൻ വായിക്കേണ്ട. ഇത് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. ഇത് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി തൊട്ട് നിങ്ങൾക്കിത് കാണാം. സുവിശേഷം ഏദനിൽ വെച്ച് സുവിശേഷത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം വന്നു. ശപിക്കപ്പെട്ട മനുഷ്യന് മോചനം ഹവ്വയ്ക്ക് ദൈവം കൊടുത്തു, ആദാമിന് കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുന്ന ദിവസം വരുന്നുണ്ട്. ഇത് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ഇന്നലെ ഉണ്ടായതല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വേഗം പോവുകയാണ്. ഇനി വാക്യം 6-ാം വാക്യം വായിച്ചു. 6-ാമത്തെ വാക്യം. സകല ജാതികളുടെ ഇടയിൽ. നോക്കുക, ഇത് എവിടെയല്ല പ്രസംഗിക്കുന്നത്? യഹൂദന്മാർക്ക് മാത്രമാണോ? സകല ജാതികൾക്കും ഇത് പ്രസംഗിക്കപ്പെടണം. യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് പറഞ്ഞത് സകല ജാതികൾക്കും ഈ സുവിശേഷം കേൾക്കും എന്നുള്ളതാണ്. സകല ആളുകൾ എന്ത് ചെയ്യും? സുവിശേഷം കേൾക്കും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. യേശുക്രിസ്തു വരുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയോക്തി തോന്നുമോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവൻ വരുവാൻ താമസിക്കുന്നതിന്റെ മുഖ്യ മൂല കാരണം നമ്മൾ ഭാരതീയരാണ്. കാരണം ഇന്നും യേശു എന്ന പദം കേട്ടിട്ടില്ലാത്ത 10,000-കണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. 100-കണക്കിന് ജാതികൾ ഈ ഇന്ത്യയിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ 1000 ചില്ലാനം ഭാഷാഗോത്രങ്ങളുള്ള ഇന്ത്യയിൽ വെറും 300 ഭാഷകളിൽ മാത്രമേ വേദപുസ്തകമുള്ളൂ. അറിയാമോ നിങ്ങൾക്ക്? സമയമുണ്ടെങ്കിൽ ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. ഇന്ത്യയിൽ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ജാതികളുടെ സമൂഹത്തെ, മതക്കാരെ ഞാൻ കാണിച്ചത് എന്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് ത്വരിതപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാരതം സുവിശേഷീകരിക്കപ്പെടണം.
ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടണം. നമ്മളിപ്പോൾ സുവിശേഷീകരിക്കുന്നത് ആരെയാണ്? ഇന്ന് അനവധി ആളുകൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട് സുവിശേഷ വേലയ്ക്ക് പോയിട്ട്. അവിടെ പോയിട്ട് അവിടെയുള്ള ജോലിക്കാരാകുന്ന, അവിടെ ജോലി ചെയ്യുന്ന കുറെ മലയാളികളെ പിടിച്ച് ദൈവത്തിന് സ്തോത്രം എന്നത് ചെയ്യുന്ന മലയാളം പാട്ട് കൈയടിച്ചു പാടി സന്തോഷിക്കുന്നവരാണ് വടക്കേന്ത്യ വേലക്കാരെന്ന് പറയുന്നവർ. അതിനപ്പുറത്ത് പോകുന്ന, അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ഹിന്ദിക്കാരിൽ എന്തെന്ന് മനസ്സിലാക്കുന്നില്ല. വടക്കേ ഇന്ത്യ ഭാരം മലയാളികളെ സംഘടിപ്പിക്കുന്ന അവിടെയുള്ള ആത്മീയ കൂട്ടായ്മയാണ് നല്ല ശതമാനവും. എന്നാൽ ആരും അറിയാതെ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ യേശുവിനെ സാക്ഷിക്കുന്ന നിഷ്കളങ്കരാകുന്ന അനവധി ദൈവദാസന്മാരുണ്ട് കേട്ടോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കർത്താവിന്റെ ദാസനെ പരിചയപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ല. ദൈവം അനുവദിച്ച ട്രെയിനുകളിൽ പോകുമ്പോൾ, അടുത്ത പ്രാവശ്യം ബീഹാറിൽ പോകുമ്പോൾ ആ ദൈവദാസനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ വരണം. വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി കയറി പോയതാ. ദൈവം തന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ കർത്താവിന് വേല ചെയ്തു. പ്രാരംഭത്തിൽ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ദൈവം അവിടെ ചെറിയൊരു കൂട്ടായ്മ കൊടുത്തു. ഭാഷക്കാരെടുത്ത് ഭോജിപ്പുരികളാകുന്ന സഹോദരന്മാർ ആരാധിക്കുന്ന ഒരു സഭ കൂടി വരവ് അവിടെ ദൈവം കൊടുത്തു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രവർത്തന മണ്ഡലമായ 3 സ്റ്റേറ്റുകളിൽ ബീഹാർ എന്ന് പറയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറവ് ക്രിസ്ത്യാനികളുള്ള മറ്റുള്ളവർ തന്നെ 1 പോയിന്റ് പറയുമ്പോൾ പോയിന്റ് ഒരു പൂജ വിട്ട് 4 ഇടുന്ന ഏക സംസ്ഥാനം ഇന്ത്യയിൽ ബീഹാർ മാത്രമാണ്. ദൈവം അവിടെ നമുക്കൊരു പ്രവർത്തനങ്ങൾ തന്നു. അവിടെ നമ്മുടെ സഭകളും ദൈവദാസന്മാരും ഭംഗിയായി പ്രവർത്തിക്കുന്നു. ശരി, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ 49,800ഓളം ഗ്രാമങ്ങൾ ബീഹാറിലുണ്ടെന്നാണ് എന്റെ അറിവ്. ഈ 48,000ഓളം ഗ്രാമങ്ങളിൽ 17,000 ഗ്രാമങ്ങൾ മാത്രമേ യേശു എന്ന വാക്ക് കേട്ടിട്ടുള്ളൂ. യേശു എന്ന വാക്ക് കേട്ടിട്ടുള്ളൂ. ഒറ്റ ക്രിസ്ത്യാനികളില്ലാത്ത ആയിരക്കണക്കിന് വില്ലേജുകൾ, ഗ്രാമങ്ങൾ അവിടെ കിടക്കുമ്പോൾ നാം ഇവിടെ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് വല്ല വാക്ചാതുര്യത്തോടെയും രാമായണവും ഭഗവത്ഗീതയും ചൊല്ലി വ്യാഖ്യാനിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ദൈവന്റെ നാമം വായിലെടുക്കുന്നവർ ദൈവത്തിന്റെ വചനത്തെ ദൂഷിപ്പിക്കുന്ന കലാപ്രകടനങ്ങളും സുവിശേഷ ആഭാസങ്ങൾ കാട്ടി ജീവിക്കുമ്പോൾ മനസ്സിലാക്കുക, യേശുവിനെ അറിയാതെ ദൈവനെ അറിയാതെ 10,000 ദിനം പ്രതി മരിച്ചു വീഴുമ്പോൾ ദൈവമക്കളെ അവരുടെ രക്തത്തോടെ നമുക്ക് കടപ്പാടില്ലേ? അവരുടെ രക്തത്തോടെ നമുക്ക് കടപ്പാടുണ്ടോ? നമ്മുടെ യേശു വേഗം വരണമെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഇന്ന് പകൽ മോശയുടെ ആത്മാവിനെ പറയട്ടെ, എന്റെ ജനമൊക്കെയും ദൈവദാസന്റെ സുവിശേഷ വേലക്കാരായി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അതാണ് എന്റെ ശുശ്രൂഷ വിജയം. നിങ്ങൾ കൊണ്ടുവരുന്ന സംശയത്തെക്കാൾ ഉപരി അതെത്ര കുറഞ്ഞു മക്കളോട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു ദൈവദാസന്റെ വരുമാനം സഭയല്ല, ദൈവമാണ്. നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ നഷ്ടങ്ങൾ വരുമായിരിക്കാം. പ്രശ്നം വിഷയമല്ല. അത് നികത്താൻ കഴിവുള്ള സ്വർഗീയമാണ്. സ്വർഗത്തിലുണ്ട്. നമ്മളതിനെ കുറിച്ച് ഭയപ്പെടേണ്ട. സുവിശേഷ വേലയ്ക്ക് ഹല്ലേലൂയ ഒരു ആത്മവാക്യമുണ്ട്, കോൺസെന്റ്. ഒന്നെങ്കിൽ നീ പോ, അല്ലെങ്കിൽ നീ അയക്കും. നിങ്ങളുടെ വ്യക്തി ദൈനംദിന കാര്യങ്ങൾ വെട്ടിച്ചുരുക്കണം. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ജീവിതശൈലി, അവൻ ഉപജീവനത്തിന് മാർക്ക് അധ്വാനിക്കുക, ശിഷ്ടം വരുന്നത് അവൻ പാർട്ടിക്ക് കൊടുക്കണം. എന്തിനാണെന്ന് അറിയാമോ? അവന്റെ ഉള്ളത്തിനുള്ളിൽ മൗഢ്യമാണെങ്കിൽ അവൻ വിശ്വസിക്കുന്നു, ഇവിടുത്തെ ദരിദ്രവർഗം, ഇവിടുത്തെ കീഴാളഞ്ജനം കൂടുതൽ പ്രാപിക്കണം, അവർക്ക് ജീവിത സുഖമാകണം, അതിന് പാർട്ടിക്ക് പണം ആവശ്യമാണ്. അവരാരും ബാങ്കിൽ കൊണ്ടുവിടാറില്ല. എന്നാൽ നമ്മളെങ്ങനെയാണ് നിത്യതയ്ക്ക് പോകുന്നെന്ന് പറയുന്നവർ, സ്വർഗമാണ് എന്റെ വീടെന്ന് പറയുന്നവർ, 10 രൂപ കിട്ടിയാൽ 1 രൂപയ്ക്ക് ചാണകം വാങ്ങിച്ച് 9 രൂപ ബാങ്കിൽ കൊണ്ടിടുന്നവരല്ല നമ്മൾ. സുവിശേഷത്തിന് പണമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ദാവീദിനെ പോലെ വിഹിതമല്ലാത്തത് ചോദിക്കാൻ എനിക്ക് ലജ്ജയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വന്ന കടങ്ങൾ എന്തിനു വേണ്ടിയാ? പലരും കടബാധ്യത്തിൽ ഞെരുങ്ങിക്കൊണ്ട് മാറിപ്പെടുക. എന്താ അതിന്റെ ആധാരം? സമ്പത്തുണ്ടാക്കാൻ പോയതിന് പിന്നാലെ. ഞാൻ സഹോദരന്മാരിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ അലമാരിയിൽ എത്ര സാരികൾ കിടപ്പുണ്ട്? ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത സാരികൾ കിടപ്പില്ലേ? ആർക്കു വേണ്ടി നിങ്ങൾ അലമാരിയിൽ അടക്കി വെക്കുന്നു? ഉപയോഗിക്കേണ്ട സാരികൾ വില കൂടിയത് 1000, 2000, 5000 രൂപയുടെ സാരികൾ അലമാരിയിൽ അടക്കി വെക്കുമ്പോൾ ഒരു ട്രാക്ട് അടിക്കാൻ കാശില്ലാതെ സുവിശേഷ വേല കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ സാരികളും നിങ്ങളുടെ ബ്ലൗസുകളും നിങ്ങളുടെ ഡ്രസ്സുകളും നിങ്ങളുടെ ബാങ്കിലെ ഡിപ്പോസിറ്റുകളും നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതറിയാമോ ദൈവമക്കൾക്ക്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രഭാതത്തേക്ക് പറഞ്ഞ പാട്ടുണ്ട്. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ലായ ഒന്നും എന്റെ അന്നു പോരുവാൻ. ലോകത്തിൽ നിങ്ങളെ കണ്ടോ ദൈവമക്കളെ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. 6 വയസ്സുള്ള കുഞ്ഞിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. പട്ടുവലയിൽ കുറെ ആളുകൾ, രാജബലിയിൽ കുറെ ആളുകൾ, 20ഓളം ആളുകൾ. ഒരു കുടുംബത്തിൽ 43ഓളം പേരുണ്ടായിരുന്നവർ പറയുന്നത് നമുക്കറിയില്ല. സന്തോഷിച്ചതിൽ ഒരു ഉല്ലാസത്തോടുകൂടെ രാത്രി കിടന്നുറങ്ങി. നേരം പുലർന്നവരാരും അറിഞ്ഞില്ല. അവർ മൃതശരീരങ്ങളായി മാറി. ഈ വീടുകളിലെ പൊന്നും പണവും സമ്പാദ്യവും ഡിപ്പോസിറ്റുകളും ബാങ്കിന്റെ അവിടുത്തെ ബാങ്കിന്റെ പാസ്ബുക്കും ചെക്ക് ബുക്കും ഒക്കെ അവിടെ കിടക്കുന്നു. ഇതാ സമ്പാദ്യം. കോഴിക്കോട് കണ്ടല്ലേ, നാട്ടിലേക്ക് എത്തിയെന്ന് സന്തോഷത്തോടെ ലാൻഡിംഗ് ആയി എന്ന അനൗൺസ്മെന്റ് കഴിഞ്ഞ് ഹല്ലേലൂയ റൺവേയിലോടുമ്പോൾ സീറ്റ് ബെൽറ്റുകൾ അഴിച്ചു വെച്ചവർ ആമേൻ, പ്രൈസ് ദി ലോർഡ്, മരണത്തിലേക്ക് കൂപ്പുകുത്തി അറിയാതെ പോകല്ലേ. അത് അവിടെ നടന്ന് ഇവിടെ നടന്ന് വിചാരിക്കല്ലേ, നാളെ എവിടെയും ഇത് സംഭവിക്കാം. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ലഭിച്ച സന്ദർഭം സുവിശേഷത്തിന് മുതൽ കൂട്ടുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, ഇനിയും നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ വേലക്കാർ. ഇത് ഞാൻ ബീഹാറിന്റെ മാത്രം, ആമേൻ, ഛത്തീസ്ഗഡിന്റെ ഗ്രാമങ്ങള്, മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങള്, ഇതൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗ്രാമങ്ങൾ സുവിശേഷം ആമേൻ പ്രസംഗിക്കപ്പെടാതെ കിടക്കുമ്പോൾ ആമേൻ ഇവർ പ്രസംഗിച്ചിട്ട് യേശുവിന് വരാനെങ്കിൽ ഒരുങ്ങുക ദൈവസഭയെ. നമ്മുടെ സമയങ്ങൾ ഒരു മിനിറ്റ് കിട്ടുമെങ്കിൽ അത് TV കാണാനും സീരിയൽ കാണാനും ഉപയോഗിക്കരുത്. പണ്ട് കാലത്ത് TV വേണ്ടെന്ന് പറഞ്ഞ പലരും ഇപ്പൊ TVയിൽ തന്നെ കിടപ്പാക്കി. സീരിയൽ വരുമ്പോൾ മനസ്സ് പതറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കൂടി സഹോദരന്മാര് കാണുമ്പോ നീ ഇന്നലെ കണ്ടു, ആ സീരിയൽ കണ്ടു, ഇന്നലെ കണ്ടില്ല, എന്തായി തീർന്നു? എന്തൊരു ആകാംക്ഷയാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, എന്തൊരു ആകാംക്ഷയാണ് ലോക. പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഞാൻ പകൽ പറയട്ടെ, ഈ പൊട്ടത്തരങ്ങൾക്കും ഈ വിട്ടിപ്പറ്റയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കളയാനുള്ളതാണോ നിന്റെ ജീവിതം? എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നിന്നിലൂടെ ലോകത്തിന് വേണം. സുവിശേഷം ലോകത്തോട് അറിയിക്കണം. നീ കേട്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചനെ പരമതപ്പനപ്പച്ചനെ പോലെ ഹല്ലേലൂയ മഹാന്മാർ ജീവിച്ച മണ്ണായത് ഈ സഭയാണിത്. വിദ്യാഭ്യാസമൊന്നും വേണ്ട, ലോകത്തിന് വചമില്ല, പ്രാകൃത വേഷങ്ങളും തേക്കാത്ത ഉടുപ്പും. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിത്യരക്ഷയുടെ വചനവുമായി ഈ റൂട്ടിലൂടെ നടന്നുപോയ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ മാതൃകയായിരിക്കണം. എന്റെയും നിങ്ങളെയും. അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്ത അപ്പച്ചൻ കൃത്യമായിട്ട് ഒരു പാട്ട് പാടും, സാക്ഷിക്കൊരു പാട്ട് പാടുമ്പോൾ ചുരുങ്ങിയത് 5 പാട്ടെങ്കിലും ചേർത്ത് പാടുന്ന അപ്പച്ചൻ. കാരണം അപ്പച്ചൻ അറിയില്ല പാട്ടിന്റെ വരികൾ. ആമൻ തന്റെ ഇടത്തിലങ്ങ് പാടിപ്പോകും. ഇന്ന് പകൽ മനസ്സിലായോ? ആമൻ നിത്യതയുടെ പ്രതിഫലത്തിൽ എന്നെക്കാളും നിങ്ങളെക്കാളും അപ്പച്ചൻ വാങ്ങിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ലോകത്തിൽ കർത്താവിന്റെ വരവിന്റെ താമസം ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ലോകത്തിന്റെ ഇഷ്ടങ്ങളിലും ലോകത്തിന്റെ താല്പര്യങ്ങളിലും ഇങ്ങനെ ലഭിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടിയാണെന്ന് നമ്മുടെ ചിന്തയിൽ ദൈവം പറയാത്തതല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ആമേൻ. ദിവസങ്ങളിൽ ഉത്തരവാദിത്തത്തോടുകൂടി കടപ്പോടുകൂടി സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, മറ്റൊന്നിനെ കുറിച്ചുമല്ല. അടുത്തതായിട്ട് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്, പിന്നീട് സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ഇത് മാത്രമല്ല, അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ഇത് വിശ്വസിക്കുന്നവർ അനുസരിക്കേണ്ടതാണ്. ഇതെല്ലാം വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? ഇത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇതുവരെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് പൗലോസിനെ കുറിച്ച് പഠിക്കാൻ ലേഖകനാകുന്ന റോമാലേഖനത്തിന്റെ എഴുത്തുകാരനാകുന്ന പൗലോസിനെ കുറിച്ച് വേഗം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടിട്ടില്ലാത്ത അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇന്ന അടുത്തേക്ക് ചെന്നപ്പോൾ ഇവിടെ കർത്താവിന്റെ ദാസൻ സുവിശേഷ യോഗം നടത്താൻ ആഗ്രഹിച്ചു. എന്നെ സംഘാടകൻ വിളിച്ചു, എന്റെ ഭാരവാഹിയിരിക്കുവാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് അറിയട്ടെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ മുന്നേ നടത്തിയ കൺവെൻഷനെ കുറിച്ച് എനിക്കറിയാത്ത ആളാണ്. മുന്നേ നടത്തിയ കൺവെൻഷനെ കുറിച്ചുള്ളതായ വീഡിയോസോ അല്ലെങ്കിൽ ക്ലിപ്പുകളുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എനിക്ക് താ. ഞാൻ വന്നു, കണ്ടു, വായിച്ചു. കണ്ടപ്പോൾ എന്നെ സ്നേഹിച്ച ആ ദൈവദാസനോട് ഞാൻ പറഞ്ഞു, ഞാനില്ല ഇതിന് പങ്കാളി. ഇതിൽ പങ്കാളിത്തം വഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുവാൻ ഞാൻ ഇടയെത്തുന്നു. അപ്പോൾ അവര് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അവരിലൂടെ രോഗികൾക്ക് വന്ന മാറ്റങ്ങൾ, സ്ട്രെച്ചറിൽ വന്നവർ വിടുതൽ പ്രാപിച്ചത്, ഇതൊക്കെയാണ് അവർക്ക് കാണിച്ചു തരാനുള്ളത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ യാതൊന്നും അവകാശപ്പെടുന്നില്ല. എത്ര താഴ്ത്തി തന്നെ പരിചയപ്പെടുത്താമോ അത്രയും താഴ്ത്തിയിട്ടാണ് താൻ പരിചയപ്പെടുത്തുന്നത്. പൗലോസിന്റെ ആ പരിചയപ്പെടുത്തതിൽ നമുക്ക് ഒരുപാട് മാതൃകകൾ ഉണ്ട്. വായിക്കാം നമുക്ക്. ഒന്നാമതായിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഒന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചു മക്കളെ. സുവിശേഷത്തിനായി വേർതിരിച്ചവൻ. പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ വാക്കെന്താണ്? ഞാൻ വേർതിരിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിഞ്ഞിരിക്കുകയാണ്. ദൈവം എന്നെ വേർതിരിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരാഴ്മയ അർത്ഥമുണ്ട്. എന്തെന്നറിയാമോ? പൗലോസ് തന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ വലിയ പുകഴ്ച വന്നവരോട് ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ചിന്തിക്കുന്നവർ അത്ര നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പരീശന്മാരിൽ നിന്ന് ജനിച്ചൊരു പരീശനാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നർത്ഥം. ആമേൻ. യഹൂദ മതത്തിൽ പരീശന്മാർ എന്ന് പറഞ്ഞത് ന്യായപ്രമാണ സത്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവർ എന്ന് സ്വയം അഹങ്കരിക്കുകയും ആ ആത്മീയ നഗരത്തിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരുമായ അവൻ ന്യായപ്രമാണത്തിന് വേണ്ടി വേർതിരിച്ചവരാണ്, തിരിയപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് അവൻ സ്വയം പരാമേൻ വിശ്വസിക്കുന്നവരാണ് പരീശന്മാർ. പൗലോസ് പറഞ്ഞു, ഞാൻ പണ്ട് ന്യായപ്രമാണം, അതുകൊണ്ടാണ് ക്രിസ്തീയ സഭയെ എതിർത്തത്. ആ സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ സാക്ഷി നിന്നതിന്റെ കാരണം ഈ പരീശനായതുകൊണ്ടാണ്. ന്യായപ്രമാണ സത്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ സത്യത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട പരീശനായിരുന്നു ഞാൻ. പക്ഷേ എന്റെ സ്വദൈവം എന്നെ വേർതിരിച്ചു. എന്തിനു വേണ്ടി? സുവിശേഷത്തിനായിട്ട് എന്നെ വേർതിരിച്ചു. ഇന്ന് പകൽ എന്റെ ദൈവസഭയോട് ചോദിക്കട്ടെ, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവരെന്ന് നമുക്ക് നമ്മെ കുറിച്ച് ബോധ്യപ്പെട്ടു. പൗലോസ് പറയുകയാണ്, കൺവെൻഷൻ പ്രസംഗിക്കാനല്ല, രോഗശാന്തി ക്രൂശിയത് നടത്തുവാനല്ല, സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം എന്നെ ഇപ്പോൾ വേർതിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പരീക്ഷനായിരുന്നു. ഞാൻ പരീക്ഷ പ്രമാണിമാരായ ഒരാളുടെ മകനാണ്. പക്ഷേ ഞാൻ ഇന്ന് ദൈവം എന്നെ വേർതിരിച്ചത് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽ ഉത്തമ ബോധ്യം പൗലോസിനുള്ളതുപോലെ നമ്മളുണ്ടായിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് അനവധി ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. സുവിശേഷം എന്നുള്ളത് അറിയിക്കുന്നത് പാസ്റ്റർമാരാണ്, ഇത് വിളിക്കപ്പെട്ടവരാണ്. തെറ്റിദ്ധാരണ കേട്ടോ. ഏതൊരു വിശ്വാസി അവൻ ഹല്ലേലൂയ സുവിശേഷം പറയുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം ചത്തത. അവൻ സുവിശേഷകൻ എന്ന പേരിൽ സഭയിൽ നിയമിക്കപ്പെട്ടവരുണ്ട്. അതും സുവിശേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സഭയിൽ 5 ശുശ്രൂഷകളുണ്ട്.
ദൈവം തന്നെ സഭയ്ക്ക് ദാനം ചെയ്ത 5 ശുശ്രൂഷകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ അഥവാ പാസ്റ്റർമാർ, ഉപദേശകന്മാർ അഥവാ ടീച്ചേഴ്സ്, സുവിശേഷകന്മാർ. 5 പേരാണ്. ഇത് സഭയ്ക്കകത്തുള്ളവരാണ്. ഇത് സഭയുടെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. എന്നാൽ സുവിശേഷ പ്രവർത്തനം രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവചനത്തിന്റെ ചുമതലയാണ്. ഈ സുവിശേഷം അറിയിക്കാതിരുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജയിലിൽ കിടന്നൊരു മനുഷ്യന്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ, അവനോട് ചാപ്ലിൻ, അവൻ സാധാരണ യൂറോപ്യൻ നാടുകളിൽ അങ്ങനെ നിയമമുണ്ട്, അവരെ മതപരമായ കാര്യങ്ങൾ മുൻപോതി മരണത്തിന് മുമ്പേ ചാപ്ലിൻ ചെന്നിട്ട് പറഞ്ഞു, മോനെ നീ ഏതായാലും പെട്ടുപോയി, നിന്നെ അമ്മ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല, നാളെ നീ നിന്നെ നേരം കൊടുക്കുമ്പോൾ നിന്നെ കൊണ്ടു, പക്ഷേ നീ മരിച്ചാലും നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വഴിയുണ്ട്, യേശു ക്രിസ്തു വിശ്വസിച്ച നിനക്ക് നിത്യരക്ഷ കിട്ടും, നീ നിത്യ സൗഭാഗ്യത്തിലേക്ക് പോകും. ഇന്ന് രാത്രി എന്റെ അവസരമുണ്ട്. അയാളെ പുസ്തകം നോക്കി ഇങ്ങനെ ചാത്താക്ഷരങ്ങൾ വായിച്ചു കൊടുത്തപ്പോൾ ആ യുവാവ് നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവാവ് ചോദിച്ചു, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അദ്ദേഹം പറഞ്ഞു, ആ യുവാവ് പറഞ്ഞു, ഞാനാണ് ഈ വചനം വിശ്വസിച്ചതെങ്കിൽ, ഈ വചനം ഞാൻ മുന്നേ കേട്ടെങ്കിൽ, ഇത് സത്യമായ ദൈവവചനമായിരുന്നെങ്കിൽ എന്റെ 2 കൈകാലുകൾക്കും ശക്തിയില്ലെങ്കിലും മുട്ടുമേലിഴഞ്ഞായാലും നിങ്ങൾ റോഡ് മുഴുവൻ കുപ്പിച്ചിന് വരുത്തിയിട്ടാലും ഞാൻ അതിന്റെ കൂടെ ഞാൻ കണ്ടുകൊണ്ട് എല്ലാ വീടാന്തരം കയറി പറയുമായിരുന്നു, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന്. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പാപങ്ങൾ യേശു ക്രിസ്തു മോചിക്കപ്പെട്ടു എന്നുള്ളതിന് അനുഭവം വേണം. അനുഭവം വേണം. കാരണം പണ്ട് ആശ്ചര്യ ഉപദേശിനെ കളിയാക്കിയിട്ട് ഒരാൾ ചോദിച്ചേ, ആമേൻ ആശ്ചര്യ, ആമേൻ നിങ്ങളുടെ മുത്താശ്ശേരി ഇപ്പൊ എന്താ ചെയ്യണേ, തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ആമേൻ ആശ്ചര്യ ഉപദേശി മറുപടി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വെച്ച് നമ്മുടെ കൺവെൻഷൻ പ്രസംഗിച്ച വാക്കാണ്. എടാ ഞാൻ മോനെ കേൾക്കട്ടെ, ഇന്ന് രാവിലെ കേട്ടു, ഞാൻ പ്രാർത്ഥനാ മുറി കയറിയപ്പോൾ എനിക്ക് വേണ്ടി പണിതൊരുക്കുന്ന മണിമേലയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കത്തിന്റെ തട്ടുമുട്ട് ഞാൻ കേട്ടു. ഇന്ന് പകൽ നിത്യതയുടെ ദർശനമുള്ളവര് മാത്രമേ സുവിശേഷത്തിന്റെ ലക്ഷ്യം കത്തൽ തീ കത്തു. ഹാലേലൂയ. നമ്മൾ എന്തുകൊണ്ട് ഉദാസീനരായിരിക്കുന്നത്? എത്ര വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഉള്ളു തുറന്നുകൊണ്ട് ഒരൊറ്റ സന്ദർഭത്തിൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ രക്ഷിക്കും സൗഖ്യമാക്കുന്നത് ഒരു മനുഷ്യരോട് പറയാൻ കഴിയാത്തവർ ഇതിന്റെ അകത്ത് കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ പോലും പറഞ്ഞവരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ ജോഡി സഹോദരനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വേറെ ചിലരുണ്ട്. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ന വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ എന്റെ കഴിയാഞ്ഞത്. നമ്മുടെ അകത്ത് സുവിശേഷം കത്തിയിട്ടില്ല, നമ്മൾ പോയിട്ട് കത്തുന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാർത്ഥന ലിസ്റ്റ് കുറിപ്പ് എഴുതി അവരുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരുമായി സുവിശേഷത്തെ സന്ധിക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തേ പറയാഞ്ഞത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ചു? രോഗം മാറാൻ, പരീക്ഷ കാത്ത കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ ബുദ്ധിമുട്ട് മാറാൻ, ജോലിക്ക് വേണ്ടി, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നശിച്ചു പോകുന്ന ഇടം കൈവലം അറിയാതെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, മണ്ണിക്ക് പെട്ട് കിടക്കുന്നു 49ഓളം ശരീരങ്ങൾ, 26ഓളം ശരീരങ്ങൾ അടക്കം ചെയ്തു. ഞാൻ അത് കാണാറില്ല. കാരണം കുറച്ചോട് ഞാൻ പറയും, ഞാൻ കാണില്ല. കാരണം എനിക്ക് സങ്കടം, എനിക്ക് ദുഃഖമാണ്. ഇത് കാണുമ്പോൾ എന്റെ കണ്ണ് നിറയും. എനിക്ക് പിന്നെ TV ഓൺ ചെയ്താൽ എനിക്കൊന്നും കാണില്ല. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചുവെങ്കിലും ഒരു വലിയ ചാല് കീറി 18ഓളം ശരീരങ്ങൾ ഒരുമിച്ച് കൊട്ടുന്നു. അതിന്റെ ദയനീയത മനസ്സിലായോ ദൈവമക്കളെ? അതിന്റെ വാർത്തയുടെ ക്യാപ്ഷൻ കേട്ട മനസ്സിലാകും, ഇവർക്ക് പലർക്കും സ്വന്തമായി ഒരു തരിമണ്ണ് ഭൂമിയിലില്ല, ഒരു തുണ്ട് ഭൂമിയിലില്ല. അവർ 18 ഇന്നലെ കിട്ടിയ 18 ബോഡികൾ ഒരുമിച്ച് മരപ്പട്ടിയിൽ അവയെ കൊണ്ടുവച്ച് അടക്കി. ഇന്ന് വരെ ഞാൻ പറയട്ടെ, നമ്മൾ മൂന്നാറ് കാണാൻ പോയി, നമ്മൾ മൂന്നാറ് കാണാൻ സഭയായിട്ട് പോയി.
ഹല്ലേലൂയ. അതിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് സന്തോഷിച്ചിട്ട് പരാതി പറഞ്ഞ് തിരിച്ചു പോകുന്നു. ആമേൻ. നമ്മളെപ്പോഴെങ്കിലും ഓർത്ത ദൈവമക്കളെ, അവിടെ ഒരു മറ്റേ ജനങ്ങൾ പുഴുക്കളെ പോലെ ജീവിച്ചത് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. എനിക്ക് കുറ്റബോധമുണ്ട്. ഇന്ദിരാ ശരീരങ്ങൾ കണ്ടപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ സോറി, ആമേൻ, സോറി സോറി. അല്ലാതെ എന്ത് പറയാൻ നമുക്ക് പറ്റും? ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞാൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിപ്പെട്ടവരാണെന്ന ഉത്തമ ബോധ്യം നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? ഇടങ്ങൈ വലങ്കൈ അറിയാതെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ആത്മഹത്യ നടന്നിട്ടില്ലേ? നിങ്ങൾ അറിഞ്ഞോ? അത് മരിച്ച ശേഷമല്ല, ജീവിതത്തിന്റെ ക്രൈസിസിലൂടെ, ജീവിതത്തിന് പിടിച്ചു നിർത്താൻ കഴിയാതെ, അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ ഭീരുക്കളായി ഈ മരണത്തെ പ്ലാൻ ചെയ്യുമ്പോൾ, വിഷം വാങ്ങിക്കാൻ അവർ പോകുമ്പോൾ നിങ്ങളെ അയച്ചോ ദൈവത്തിലേക്ക്? എന്തുകൊണ്ടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഭാരമില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം അവൻ ചില കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ചില ഒരു കുടുംബത്തെ വിളിച്ചിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ആ സിറ്റുവേഷൻസിന്റെ മീതെ നിൽക്കുന്നത്. എല്ലാറ്റിനും നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവരെ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കും, ഇന്ന് മുതൽ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ പോരാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളൊരു വിഷയത്തിന് വേണ്ടി രണ്ട് വ്യക്തികൾ, ഞാനും സോജും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വന്നു. ആ പ്രൈസിലോ ഞങ്ങളിങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൽ തുടരുന്നത് നല്ലതല്ലെന്ന് ഞങ്ങൾ രണ്ടുപേർക്ക് അറിയാം. പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കേണ്ട, കർത്താവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടയാക്കണമേ, സാഹചര്യം അനുകൂലമാക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സോജു എന്നോട് ഒന്ന് സംസാരിക്കാൻ എനിക്കൊരവസ്ഥ തരണമേ. കർത്താവ്, സോജു ഒന്ന് എന്നോട് സംസാരിക്കണമേ. അവൻ എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ സോജു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സോജു ആണ് എന്റെ പ്രാർത്ഥനയിൽ മുഖ്യ പ്രതി. സോജു നിഷ്കളങ്കനല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരാ പ്രതി? ദൈവമക്കളെ, ഞാൻ ഈ റിലേഷൻഷിപ്പ് വാസ്തവത്തിൽ ക്രമീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സോജു തനിമാറില്ല, മാറുന്നത് ഞാനാ. പ്രാർത്ഥിക്കുന്ന നിന്നിലാണ് മാറ്റം വരുന്നത്. നീ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിനക്ക് വീട്ടിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ, വാട്സാപ്പും ഫേസ്ബുക്കിലേക്ക് ഇരിക്കാൻ എനിക്ക് കഴിയില്ല. ഒരാളാണെങ്കിലും ഒന്ന് പറയാൻ നിന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കും. നമ്മളിന്ന് സമയം കളയുന്നത് എന്തിനാ? എങ്ങനെയാ കളയുന്നത്? ഇത് ഞെക്കി പിടിച്ചിട്ടാ. നേരം പോണ്ടില്ല പലർക്കും. ഇന്ന് പകൽ മനസ്സിലാക്കുക, കർത്താവ് സുവിശേഷത്തിനായി പൗലോസ് പറയാണ്, എന്നെ വേർതിരിച്ചതാ ദൈവത്തിന്റെ സുവിശേഷം. അറിയാകുന്നിടത്തേക്ക് എല്ലാം ചെന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ആമേൻ തന്നെ ചുരുങ്ങിയ സമയത്തിനകത്ത് 16 സഭകൾ അപ്പോസ്തലനാകുന്ന പൗലോസ് സ്ഥാപിച്ചതായിട്ട് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇന്ന് പകൽ സഭകളൊന്നും സ്ഥാപിച്ചില്ലെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങളോടുകൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും അടുത്തവരോട് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലെങ്കിൽ നിത്യതയിൽ പോകുവാനും കഴിയുന്നുള്ള പല ചങ്ങോടപ്പെടുന്നതിനകത്ത് നമ്മൾ പോലീസിന്റെ സുവിശേഷക്കാരാണ്. ഒരിക്കല് കൂറ്റനാട് അടുത്തൊരു മലയിൽ ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ സംഘടനയുടെ പേര് പറഞ്ഞ 2 സുവിശേഷന്മാരെ ചെന്നപ്പോൾ അവര് ആ മലയുടെ ഒരു വലിയ മലയുടെ മുന്നിൽ നിൽക്കുക. എവരി ഹോം സംഘടനയുടെ ആവശ്യമില്ല. 2 മിഷണറിമാരാണ്. എല്ലാ വീട്ടിലും ഇന്ത്യയിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. അവർ 3 പ്രാവശ്യം സ്തോത്രം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ എല്ലാത്തും സുവിശേഷം എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ അവരോട് പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കാണിച്ചു തരാം യേശുവിന്റെ വകയാക്കാത്തവര്. പിന്നെ എന്ത് സ്വപ്ന ശുശ്രൂഷയാണ് അവര് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ചില വീടുകളിൽ പോയിട്ട് പറയാൻ എല്ലാവർക്കും വരുന്നത്. പോട്ടെ, ആരും വിമർശിക്കേണ്ട, അതിനുള്ള പേടിയല്ലോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവർ ഈ 2 യുവാക്കന്മാരോട് ചെന്നു. ഇവർ ചെന്ന് പണിപ്പുരയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട് ഭീമാകാരനായ മനുഷ്യൻ ജാഗ്രത എടുക്കുന്നു. അപ്പുറത്തൊരു കാര്യസ്ഥൻ ഇരിക്കുന്നുണ്ട്. കാര്യസ്ഥനായ കോളാമ്പിയുണ്ട്. ഇയാളെ ധൈര്യത്ത് പിടിച്ചു കൊടുക്കും. ഇത് കണ്ടോടെ ഇവർക്ക് തോന്നി ഇങ്ങോട്ട് കയറണ്ടാക്കാന്ന്. അപ്പൊ ഇവരൊന്ന് അങ്ങോട്ട് ഇവിടെ നോക്കിണ്ടപ്പോൾ അവിടുന്ന് സിംഹഗർജനം, ഇങ്ങോട്ട് വാ, ആരാ പഠിക്കലെന്ന് തന്നെയാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞു.
ചെന്നിട്ട് ചോദിച്ചു, ആരാ നിങ്ങള്? അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. എന്തിനാ വന്നേ? ഇങ്ങനെ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയാനാ. ആരാ യേശു ക്രിസ്തു? ആരാ യേശു ക്രിസ്തു? അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളുടെ കൃഷ്ണ ഭഗവാനും ശ്രീരാമനും അങ്ങനെയൊക്കെ ഇല്ലേ, മുഹമ്മദ് നബിക്കില്ലേ, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ ചാരികസരം ചാടി എഴുന്നേറ്റ് ഇവരെ നിന്ന് പഠിച്ചു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇത് പലരും കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഒരു ഒട്ടും സഭ്യമല്ലാത്ത ഭാഷ പറഞ്ഞിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു ആരാന്നാ നീ പറഞ്ഞ്? ശ്രീരാമനെ പോലെ ശ്രീകൃഷ്ണനെ പോലും മുഹമ്മദ് നബി പോലെയുള്ള മേലാലി ഗ്രാമത്തിൽ ഇതിന്റെ കാര്യം കണ്ടാൽ വിശ്വസിക്കുന്നത് വിളിച്ചു പറയാൻ കഴിയാത്ത നിന്നെ കാലറിഞ്ഞു വീഴ്ത്തു ഞാൻ. ഈ ഗ്രാമത്തിൽ വന്നേക്കരുത്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ആരാധിക്കുന്ന, ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന യേശു നീ ആരാണ് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. യേശുവിനെ സാക്ഷിപ്പാൻ ചങ്കുറപ്പോടെ പോ. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. അപ്പൊ പറയുന്ന തടസ്സം, നിങ്ങൾ പലരുടെ തടസ്സം എന്താണ്? അവർ പിന്നെ സ്നേഹം വിടും. വിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവാണോ നിന്റെ മാതൃക? യേശുവാണോ നിന്റെ മാതൃക പുരുഷൻ? ആമേ സ്വന്തം നെഞ്ചിച്ചാലും ശിഷ്യന്മാര് പോലും ആമേ വിട്ടുപോയിട്ടും ദൗത്യം മറക്കാതെ ക്രൂശിൽ തന്റെ ജീവനത്തിൽ നമ്മൾ നേടിയ യേശുവിനെ സാക്ഷിപ്പാൻ എന്തിനു മടിക്കണം? സുവിശേഷത്തിന് ഞാൻ അത് വേഗം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പ്രൈസ് ദി ലോർഡ്, രണ്ട് കാര്യങ്ങൾ കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ട്, അവൻ അതിന്റെ അതേ വാക്യം ഒന്നുകൂടെ വായിച്ചപ്പോൾ ഒന്നു മുതൽ വായിച്ചു മുഴുവനായിട്ട്. ഒന്ന് വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഞാൻ വേർതിരിക്കുക മാത്രമല്ല, എന്നെ ദൈവം വിളിച്ചാക്കിയതാണ്. ഈ ശുശ്രൂഷ അപ്പോസ്തലത്വം എന്താണ്? ദൈവം എന്നെ വിളിച്ചാക്കി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ വേർതിരിയപ്പെട്ടവനും അതേ സമയത്ത് ഞാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലനുമാകുന്നു. ഈ റോമാലേഖനത്തിൽ ഈ വാക്കിനൊരു അർത്ഥമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെയാണോ എന്ന് ഒരു ചിന്ത ഉണ്ട്. ചിലർക്ക് അതിനകത്ത് റോമാലേഖനങ്ങൾ വരുമ്പോഴത് വായിക്കാം. ചില ആളുകൾക്ക് അപ്പോസ്തലനാണ് ഇവൻ, അവന്, കാരണം അവരുടെ അറിവിൽ 12 അപ്പോസ്തലന്മാരെ ഉള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ 12 അപ്പോസ്തലന്മാരെ ബൈബിൾ പഠിക്കുമ്പോൾ രാജ്യത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നു. സഭയ്ക്ക് അപ്പോസ്തലന്മാരുണ്ട്. അവിടെ കേൾക്കുന്നു തിമോഥെയോസ് തുടങ്ങി പൗലോസ് തുടങ്ങിയവരെ ഒരുപാട് ആളുകളാണ്. അത് യൂദ യേശുവിനെ ഒറ്റി പറഞ്ഞ് തള്ളിപ്പോയി. പിന്നീട് സഭയിലെ മൂപ്പന്മാരെല്ലാവരും കൂടി മൽക്കോസിനെ ആമേൻ തിരഞ്ഞെടുത്തു. എന്താ പേര്? മത്തിയാസിനെ തിരഞ്ഞെടുത്തു. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറഞ്ഞു മത്തിയാസ് തെറ്റുപറ്റിയതാണ്, അവൻ പൗലോസാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായി തീരേണ്ടത്, 12 ചേർക്കേണ്ടതെന്ന് പറഞ്ഞു. പൗലോസ് ക്ലാരിഫൈ ചെയ്യുന്നു, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർക്ക് യോഗ്യനല്ല, ഞാൻ വേർതിരിയപ്പെട്ട വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്, എന്നെ ദൈവം നേരിട്ട് വിളിച്ചതാണ്. ഇന്ന് പകൽ ഒരു ഉറപ്പ്, ദൈവം വിളിച്ചു. ഇന്ന് അനവധി ആളുകൾക്ക് വിളിയെ കുറിച്ചും തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാനിപ്പോ ഇനി ഇത്ര നിപ്പില് ഒന്ന് വീണെന്ന് വിചാരിക്കും. ഇവിടെ മൈക്കൊക്കെ പിടിച്ച് കെട്ടി മറിഞ്ഞെന്ന് വീണു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിന് സ്തോത്രം പറയും, ഇല്ലേ? എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഞാൻ നിങ്ങളെ വിളിച്ചോ? ഞാൻ നിങ്ങളെ വിളിച്ചോ? എന്നെ പൊന്തിക്കാൻ പറഞ്ഞോ? എനിക്ക് തുള്ളി വെള്ളം തരാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തായിരുന്നു നിങ്ങൾ അവിടെ എഴുന്നേൽപ്പിച്ച ശക്തി? എന്താ ആ സോഴ്സ്? കാര്യം എന്താ? ഞങ്ങളുടെ പാസ്റ്റർ ആമേ വീട് കിടക്കുന്നു, അദ്ദേഹം വീട് കിടക്കേണ്ടവനല്ല എഴുന്നേൽക്കേണ്ടവനാണ് എന്നുള്ള നിങ്ങളുടെ ഉത്തമ ബോധ്യമല്ലേ നിങ്ങളെ കസരകളിൽ ചാടി ഓടി ഇവിടെ എത്തിക്കാൻ ഇടയെത്തുന്നത്? ആണോ അല്ലേ? അതെ. ഇടം കൈ വലം കൈ അറിയാതെ നിന്റെ അയൽക്കാരനും നിന്റെ അയൽക്കാരത്തിയും നിന്റെ സ്നേഹിതനും നിന്റെ സ്നേഹിതയും നിന്റെ ചാർച്ചക്കാരും നിന്റെ സ്വന്തം കുടുംബത്തിലുള്ളവരും പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ഇടം കൈ വലം കൈ അറിയാതെ
പാപത്തിൽ മൃത്യുവിനാൽ വെക്കപ്പെട്ട് മരണത്തിനാൽ അവൻ ഏൽപ്പിക്കപ്പെട്ട് മരിച്ചു പോകുമ്പോൾ ഇനി എന്ത് വിളിയാ വേണ്ടത്? ആരാ വിളിക്കേണ്ടത്? നിന്നെ ആരാ നിന്നെ വിളിക്കേണ്ടത്? ദൈവമക്കളെ സ്പെഷ്യൽ കോളുണ്ട്. പൗലോസിനെ അങ്ങനെ വിളിച്ചതാ. അത് നമ്മളുമായി താരതമ്യം ചെയ്യണ്ട. അവൻ അപൂർവമാണ് പൗലോസ്. എന്നാൽ മറ്റുള്ളവരെ വിളിച്ചിട്ടുണ്ടോ? അവൻ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നമ്മോട് ആവശ്യപ്പെടുന്ന, ഒരു വീട് കിടക്കുന്ന മനുഷ്യൻ, ഒരു അപകടം പറ്റിക്കിടക്കുന്ന മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ അവൻ നിലവിളിക്കണ്ട. നമ്മുടെ കോമൺ സെൻസ് നമ്മോട് പറയുന്നുണ്ട് ചെന്ന് സഹായിക്കണമെന്ന്. ഇന്ന് പല സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എന്റെ ഈ നിയമം പ്രായോഗികമല്ലാത്തത്, എന്റെ സുവിശേഷത്തിന് വേണ്ടി ഈ നിയമം പ്രായോഗികമല്ലാത്തത് ഇവിടെ പറഞ്ഞ് എന്നെ വിളിക്കണമെന്ന്. ദൈവമക്കളെ, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ, ജില്ലയുടെ, സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ അവസ്ഥ നിനക്ക് ഒരു വേദനയും തരുന്നില്ലേ? ഒരു സങ്കടവും നിന്റെ അടുത്ത് തരുന്നില്ലേ? ആർക്ക് വേണ്ടിയാ, ഏത് വിളിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? പണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുന്നംകുളത്തൊരു ദേവതാമ സഹോദരൻ ആമയെ വിളി കേട്ട് കാത്തിരുന്നത്. ഇപ്പൊ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, കുടിക്കാനും വയ്യ, തിന്നാനും വയ്യ, ബെഡിൽ കിടപ്പാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പാട് കർത്താവിന്റെ പേർക്ക് വേണ്ടി അദ്ദേഹം വിളി കാത്തിരിക്കായിരുന്നു. ഒരു സായിപ്പിന് അമേരിക്കയിൽ ദൈവ ദർശനം കൊടുക്കും, എന്റെ അഡ്രസ് കൊടുക്കും. അദ്ദേഹം വിസ എടുത്തുകൊണ്ട് ആമയെ കൊച്ചി എയർപോർട്ടിൽ വരും. അവിടുന്ന് കാർ വിളിച്ചിട്ട് കുന്നംകുളത്ത് പട്ടണത്തിൽ വന്ന് ഈ അഡ്രസ് കാണിച്ചു കൊടുത്ത് ഇയാൾ വീട് എവിടെയാണെന്ന് ചോദിക്കും. എന്നിട്ട് ആ മനുഷ്യൻ, ആ സായിപ്പ് എന്റെ വീട്ടിലേക്ക് വരും, എനിക്ക് വിസ ശരിയാക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമേരിക്കയ്ക്ക് പോകും. എന്നിട്ട് ഞാൻ സുവിശേഷം പറയും. ഇങ്ങനെയുള്ള വിളി കാത്തിരിക്കുന്നതാണോ? ഇന്ന് പകൽ നീ ആയിരിക്കുന്ന സിറ്റുവേഷൻ, നിന്റെ അയൽക്കാരന്റെ നാശം, നിന്റെ അയൽക്കാര്യത്തിൽ, നിന്റെ സ്വന്തം ചാർച്ച, ചോരയിൽ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുപുത്രങ്ങൾ, ചാർച്ചക്കാർ യേശുവിനെ അറിയാതിരിക്കുമ്പോൾ നിനക്ക് എവിടെ സമയം? നീ മുഴമ്പിൽ ദൈവസഭയിൽ കണ്ണുനീരിൽ വിട്ടുവെന്ന് ചെല്ലി, കണ്ണുനീരിനാ സുവിശേഷത്തിൽ വിത്ത് ദൈവവചനം വിതച്ചുകൊണ്ട് രാത്രിയാമങ്ങളിൽ കണ്ണുനീരിൽ നനച്ച് നീ ആ വിത്തെടുത്ത വചനമെടുത്ത് നീ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക. അത് കഴിഞ്ഞ് ഇറങ്ങല്ലേ, രാത്രി ശത്രു കളവതയ്ക്കും. അവിടെ വളർച്ച ആവശ്യമാണ്. വിതയ്ക്കപ്പെട്ട വിത്തിൽ നല്ല നീളത്തിൽ ശത്രു കളവിതയ്ക്കാതിരിക്കാനും ഉണർന്നിരിക്കണം ദൈവത്തിനും. ഞാൻ നിങ്ങളെ കുറിച്ച്, എന്റെ ദേവസഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കണം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊക്കെ ഒരു കാഴ്ചപ്പാട് തന്നു. ചില ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന്, അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ യഹൂദാപർവ്വതങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത്, നിങ്ങൾ വരുന്നവർക്ക്, മടങ്ങി വരുന്നവർക്ക് വേണ്ടി ശാഖകളെ നീട്ടി അവർക്കായി ഫലം കൊടുത്തു. മടങ്ങി വരുന്നവർക്ക് വേണ്ടി ഇസ്രായേൽ പർവ്വതങ്ങളെ, ശാഖകളെ നീട്ടി അവർക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയല്ല, നിന്റെ സമ്പത്തിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി ഫലം കൊടുക്കുവാൻ നീ ഒന്ന് ഒരുങ്ങിയിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞെന്ന് വിചാരിച്ചതാ. ഞാനത് പറഞ്ഞില്ല. ഞാൻ പ്രിയ സഹോദരനോട് പറഞ്ഞു, എപ്പോഴാ ദൈവം നിങ്ങൾ വേർതിരിക്കുന്നത്? ഹല്ലേലൂയ 13 അത് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോസ്തലരുടെ പ്രവൃത്തി 13 1-2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. 13:1 അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് നീഗർ അങ്ങ് വായിച്ചു. പ്രവാചകന്മാർ എത്ര പേരുണ്ട് അവിടെ നിന്നറിയോ? വായിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഒരു ഉപവാസത്തിൽ നടന്ന കാര്യം മെയിനായിട്ട് എന്താ? ആരാധന, ദൈവത്തെ സ്തുതിക്കായിരുന്നു. അവരുടെ ഉപവാസം അതായിരുന്നു, ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും. അങ്ങനെ ഉപവാസത്തോടുകൂടെ ആരാധിക്കും സ്തുതിക്കും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്?
ബാർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേർതിരിക്കുകയും എന്ന് പറഞ്ഞ ദൈവാത്മാവ് പറഞ്ഞു. Praise the Lord. അപ്പൊ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നവരുടെ ഇടയിൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, ദൈവം പറയാണ്, ഞാൻ പൗലോസിനെയും ബാർന്നബാസിനെയും ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോകുകയാണ്, ഒരു ചുമതല ഏൽപ്പിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി സഭയോട് പറയുകയാണ്, നിങ്ങൾ അവരെ വേർതിരിപ്പിക്കും. അപ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് എനിക്ക് തന്നൊരു ദൂത്, അവന്റെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധി അവൻ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേർതിരിക്കും. വിശ്വസിക്കുന്നവരുടെ കാര്യങ്ങൾ ഉയർത്തി ശ്രമിച്ചു. എത്ര പേര് ഉപവസിക്കും പ്രാർത്ഥിക്കുകയും വരും ദിവസങ്ങളിൽ. ദൈവമക്കളെ, നമ്മുടെ ഈ ലോക ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കേ, രോഗം മാറ്റിവെക്കേ, കടം മാറ്റിവെക്കേ, മറ്റൊരു വിഷയങ്ങൾ മാറ്റിവെക്കേ. ഞാൻ മരിക്കുന്നതിന് മുമ്പേ തൃപ്തികരമായൊരു മരണം, അറിഞ്ഞൊരു മരണം, എന്റെ ഓട്ടം ഓടി തീർത്തു എന്ന് പൗലോസിനെ പോലെ പ്രഖ്യാപിച്ചു മരിക്കാൻ. ദൈവമേ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ വേർതിരിക്കും. നിന്നെ കൊണ്ടുള്ള ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ വേർതിരിക്കും. സഭയായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടും. നിങ്ങൾ പോയിടത്തെല്ലാം പരമത്തായി 1996 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ലക്കോവിലാണ്. ഇരുന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ സെമിനാരി പഠനം കഴിഞ്ഞു വന്ന സമയത്താണ് ഞാൻ ആരാണ് കർത്താവേ, ഞാൻ ആരായിട്ട് തീരണം? ഞാനൊരു സുവിശേഷകനാണോ? അവന് മിഷണറി ആയിട്ട് പോകണോ? ഞാനൊരു പാസ്റ്ററാണോ? ഓരോരുത്തരും താൻ തന്റെ നിലയിലെത്ര എന്ന് വചനം പറയുന്നു. എന്റെ ലൈൻ ഏതാണ്? എന്റെ നിലയേതാണ്? ഞാൻ എന്റെ കർത്താവിനോട് ഉള്ളു പൊട്ടി പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം രാവിലെ 11 മണിയായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. സെഖര്യാ പ്രവചനം 3:7 നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും എന്റെ ബ്രാഹ്മണ ആലയത്തെ പരിപാലിക്കുകയും ചെയ്താൽ, എന്റെ ആലയത്തെ പരിപാലിക്കുക എന്നുള്ള ദൈവദൂത് എന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിന്നു. ആലയ പരിപാലനം, പാസ്റ്റർ മിനിസ്ട്രി, ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുക, ഇതാണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആ തിരിച്ചറിവിലാണ് ഞാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു പാസ്റ്ററായി ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എനിക്ക് ഉത്തമ ബോധ്യമാണ്. എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സഭയെ നയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ചെല്ലാൻ ഇടമുണ്ട്. എന്നെ നിയമിച്ചവരിക്കലാണ്. അവിടെ ചെന്ന കാര്യം പറഞ്ഞാൽ എന്റെ തടസ്സങ്ങൾ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, നിങ്ങളെ നില മനസ്സിലാക്കണം. അവയെ കർത്താവ് ഹാലിൽ തന്ന ആ ശുശ്രൂഷ കൊണ്ട്, ആ സുവിശേഷത്തിന്റെ ആത്മാവ് അത് നിങ്ങളെ കത്തിക്കുകയും നിങ്ങൾക്ക് സമയ നഷ്ട എന്താ പറയുന്നത്, അമേൻ, ഗ്യാപ്പ് എന്താ പറയാ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയം, ഫ്രീ ടൈം ഇല്ലാതിരിക്കാൻ കഴിയാത്തീർക്കും. ഏത് സമയം 24 മണിക്കൂർ നിങ്ങൾ കർമ്മോത്സകരാക്കും. പ്രാർത്ഥിക്കാനും ജനക്ക കാണാനും അവരോട് സുവിശേഷം അറിയിക്കാനും ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് പറയാനും എത്രയെല്ലാം മാധ്യമങ്ങളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ, അതെല്ലാം ചെയ്യുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നീ സുവിശേഷത്തിന് വേർതിരിയപ്പെട്ടത് മാത്രമല്ല, സുവിശേഷത്തിനായി വിളിക്കപ്പെട്ടത് മാത്രമല്ല. പൗലോസ് വീണ്ടും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ എടുക്കുന്നില്ല. ഞാൻ അവന്റെ ദാസനാണ്. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന പദമുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുക, ഒത്തുവാക്യമുള്ളവർ ദാസൻ ആരാണെന്ന്, അവന്റെ പദവികൾ എന്താണെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സിലുണ്ട്. ദാസിത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വായിച്ച് ധ്യാനിച്ച് അടുത്ത ആഴ്ച വരിക. ഈ വചനങ്ങൾ അദ്ദേഹം നിങ്ങൾ അനുഗ്രഹിക്കും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും.